ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. ഷിജോ, നമ്മളോട് പ്രതികരിച്ച എല്ലാവരുടെയും വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നിരാശ തന്നെയാണ്. കാരണം ഇത്രയധികം ആഗ്രഹിച്ചതാണ് ഏവരും മെസ്സിയെയും ടീമിനെയും ഒക്കെ കാണാനായി. അതാണ് ഇല്ലാതായിരിക്കുന്നത്. ഈ സ്പോൺസറെ മാത്രം പറഞ്ഞുകൊണ്ട്, കുറ്റം പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ കഴിയുമോ കായിക വകുപ്പിന്? അമൃത, ഒരിക്കലുമില്ല. ഇതിപ്പോൾ ഈ സ്പോൺസറെ പഴിചാരിക്കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, എല്ലാം ഇത് സ്പോൺസർ വരുത്തിവെച്ചതാണ്, സ്പോൺസർ ചതിച്ചാശാനെ എന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഇനി വിലപിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് കേരളത്തിലെ കായിക പ്രേമികളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കായിക മന്ത്രി എന്ന നിലയിൽ വി അബ്ദുറഹ്മാൻ ഉണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് നേരത്തെ പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ ആയാലും എബിൻ റോസ് ആയാലും ഒക്കെ വളരെ ആസിഫ് സഹീർ ആയാൽ പോലും വൈകാരികമായിട്ടൊക്കെ പ്രതികരിച്ചിരുന്നു. കാരണം എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. അമൃതയ്ക്കറിയാം, അതായത് മെസ്സി വരുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പല ആളുകളും വാട്സപ്പിൽ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഫോണിലേക്ക്, അതായത് എവിടെയാണ് മത്സരം നടക്കുക, അവിടേക്ക് പോകാൻ അല്ലെങ്കിൽ മത്സരം കാണാനുള്ള ഒരു ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ആളുകളുണ്ട്. കാരണം എന്നാണ് ഈ മത്സരം നടക്കുക എന്നോ എവിടെ വെച്ചാണെന്നോ പോലും ഈ തീയതി പോലും നിശ്ചയിച്ചിരുന്നില്ല. അപ്പോഴാണ് പല ആളുകളും ഇങ്ങനെ ടിക്കറ്റ് ചോദിച്ച് വിളിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു കാണേണ്ട ഒരു കാര്യമുണ്ട്. മെസ്സി വരുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ കുറേയധികം ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. മെസ്സി വന്നാൽ ആരുമായിട്ട് കളിക്കും? ആ രണ്ട് മത്സരങ്ങളാണ് ഉണ്ടെന്ന് പറഞ്ഞത്. ആ രണ്ട് എതിരാളികൾ ആരൊക്കെ? എവിടെയാണ് സ്റ്റേഡിയം? അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയോ? ഇതിനൊന്നും ഉത്തരം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നില്ല. അതിനിടയിലുമാണ് എല്ലാ വേദികളിലും പോയിട്ട് മെസ്സി വരുന്നുണ്ട്, അർജന്റീന വരുന്നുണ്ട് എന്നുള്ള പ്രഖ്യാപനം മന്ത്രി നടത്തിയത്. എന്തായാലും അതാകെ പാളിപ്പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത്.